എൻ്റെ പൊണ്ണു വന്നപ്പാ. അപ്പോൾ ഇന്നേക്ക് 4-5 ദിവസമായി ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായിട്ട്. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ റൗൺസിങ്ങിന് വരും, അന്നേരം ഉറപ്പിച്ച് പറയൂ. അപ്പോൾ എന്നാൽ പറയണ്ടേ, ഒരാഴ്ച ആയിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഇതുകൊണ്ട് നിൽക്കുകയിന് നമ്മൾ. ഇപ്പോൾ കുഴപ്പമില്ല, ഓന് കുറവുണ്ട്, പനി പിന്നെ വന്നിട്ടില്ല. അത് വെച്ചാൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസ് കൊടുക്കാൻ്റെ കൊണ്ടാണ് 2-3 ദിവസം അങ്ങനെ നിന്നത്. അപ്പോൾ ഇന്ന് രാവിലേക്ക് അത് കഴിഞ്ഞു. അപ്പോൾ അതിപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്ര സമയം അവനെ എണീച്ചിട്ടുണ്ടേനു. ഇപ്പോൾ രാവിലെ പോയിട്ട് ഒന്നും കൂടി ബ്ലഡ് ലാസ്റ്റ് ഒരിക്കൽ ബ്ലഡ് ഒന്ന് ചെക്കപ്പ് ആക്കാൻ വേണ്ടി രാവിലെ പോയി കുത്തി വെച്ച് ഇപ്പുറത്തെ കൈക്കും ഒരു കൂറ്റെല്ലാം മാറിയിട്ടാണല്ലോ അവൻ്റെ ഇങ്ങനെ കാളിയിട്ട് ഇതുപോലും സൂചി കുത്തുമ്പോൾ എല്ലാം കാളില്ല. അപ്പോൾ എന്നെ ഐസിൻ്റെ ഉള്ളിൽ കയറ്റുന്നില്ല, ഇത് കാളുന്ന കാണാൻ കഴിയായിട്ട്. അതുകൊണ്ട് ഞാൻ പുറത്തേനു. അതിനെ ഉള്ള കുഴപ്പമില്ല, കുറവുണ്ട്. ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോക്കായി. ഇന്ന് ഇലക്ഷനും വരെയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഒരു അല്ലേ. അതെ, ചില കാര്യങ്ങൾ അങ്ങനെ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, നമ്മൾ എന്തെല്ലോ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ നടക്കുന്ന വേറെ എന്തെല്ലോ ആയിരിക്കും. അതുപോലെയാണ്. ഇലക്ഷൻ ലീവ് അതെ, 2 ദിവസം ലീവ് കിട്ടിയ കൊണ്ട് ഓന് എടുത്തന്നെ. അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കാന്നില്ല. അല്ലെങ്കിൽ ഇവൻ്റെ എൻ്റെ മോനത് സ്കൂളിൽ പോയിനാമോ തിന്നിനാമോ കുടിച്ചിനാമോ വെച്ചിട്ട് ഇങ്ങനെ ഇടുന്ന് ഉരുകേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല, അപ്പം അമ്മ അവിടെ നിന്ന് വാങ്ങി നോക്കും, എന്നാലും നമുക്കൊരു ഇതല്ലേ കാണാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ലീവ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത് ചിന്തിക്കണ്ട. അപ്പോൾ ഇത്ര ദിവസം നമ്മളെ മോനെ നോക്കിയ നഴ്സുമാരെല്ലാം ഉണ്ട് അപ്പുറം. അപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, പകലുള്ളവരുണ്ട്, അവർ ഇത് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരാണ്. അപ്പോൾ സിസ്റ്റർമാരെല്ലാം ഇവിടെ ഉണ്ട്. എൻ്റെ പേര് നമുക്കറിയാം, എന്നാലും പറഞ്ഞേ. ജിൻഡു. എമിലി കരുവഞ്ചാലി മന്ദര കൂത്തുപറമ്പ്. ജിൻഡുന്റെ ഇരിട്ടിക്ക് ഒരാളും കൂടി ഇല്ലേ, അപ്പുറം പോയില്ല ടക്കും പേരും. ഒരാളും കൂടി ഉണ്ടായിരുന്നു, മിസ് ആയി. പിന്നെ പകലെല്ലാം ഉണ്ടായിരുന്നു, പകല് വേറെ അവരുണ്ട്, വേറെയും കുറെ കുട്ടികളുണ്ട്. അപ്പോൾ നഴ്സുമാറാണല്ലോ നമ്മളെ അല്ലേ. അതെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവര് വന്ന് മരുന്ന് കൊടുക്കാനും പരിപാടിയെല്ലാം. കാവ്യ നിങ്ങൾ എവിടെയാ വീട്? പാനൂര്. നിങ്ങളെ കാത്തിക്കണേ നമ്മൾ സ്വപ്ന അല്ലേ. ഇവരെടുത്ത് നടക്കലിനാട്ടോ പരിപാടി. എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ നഴ്സുമാരും എല്ലാരും അതെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നമ്മളെ കെയർ ചെയ്യുന്നില്ല, നല്ല ഇതാന്നവര്. ഡോക്ടർ നമ്മളെ ഗോകുലാസ് ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡോക്ടറോട് നേരിട്ട് തന്നെ ചോദിക്കാം നമുക്ക്. സീഷേഴ്സ് ഫിറ്റ്സ് പോലെ വരാം. ഓക്കെ, അതാണ് നമ്മൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചില ടൈപ്പ് സീഷേഴ്സ് കുറച്ചുകൂടെ പ്രശ്നക്കാരായിരിക്കും. ചിലത് നമുക്ക് സാധാരണ കുട്ടികൾക്ക് ഒരു 6 വയസ്സ് വരെ, ചില കുട്ടികൾക്ക് ഈവൻ 10 വയസ്സ് വരെയൊക്കെ വരാം. പക്ഷേ അത് ബ്രെയിനിനോ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള അവരുടെ ഡെവലപ്മെൻറ്റിനോ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തതാണ്. പക്ഷേ ചില ടൈപ്പുകൾ, അതായത് ഇപ്പോൾ പനി വന്നു, ഫിറ്റ്സ് വരുന്നുണ്ട്, അതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഫിറ്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പനി ഇല്ലാത്ത സമയത്ത് ഫിറ്റ്സ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സീഷേഴ്സാണ്. അപ്പോൾ അതിന് നമുക്ക് എപ്പിലെപ്സിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയും, അതിൻ്റെ തന്നെ ജെനറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതല്ലാതെ നമുക്ക് സാധാരണ ഒരു പനി വരുന്ന സമയത്ത് ഒരു 5 മിനിറ്റിൽ താഴെയാണ് ഫിറ്റ്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് യൂഷ്വലി കുട്ടികളുടെ ബ്രെയിനിന് ഒരു ബുദ്ധിമുട്ട് കാര്യമായിട്ട് ഉണ്ടാക്കാത്ത ടൈപ്പ് സീഷേഴ്സാണ്. കുട്ടികൾക്ക് ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഫിറ്റ്സ് വരികയാണ്, ആ സമയത്ത് കുട്ടികളെ നമ്മൾ ചിരിച്ച് കിടത്തണം. അപ്പോൾ തന്നെ കുത്തനെ എടുക്കാൻ പാടില്ല, അവരെ ചിരിച്ച് കിടത്തുക. അവരുടെ വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകണം. കുട്ടികൾക്ക് ഫിറ്റ്സ് വരുന്ന സമയത്ത് അവരുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ കുറവായിരിക്കും. അതായത് അവർ സാധാരണ ഗതിയിലെടുക്കുന്ന ശ്വാസം എടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ റേറ്റ് കൂടും. അപ്പോൾ ശ്വാസം എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കുന്നതുകൊണ്ട് മൂക്ക്, തൊണ്ട അതുവഴിയാണ് ശ്വാസം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ വരും. പക്ഷേ
അവസ്മാരം വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാവില്ല. അവരുടെ എയർവേ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ ചെരിച്ച് കിടത്തുന്നത്. വായിലേക്ക് ഒന്നും ഇടരുത്. ആ സമയത്തൊക്കെ ഫിറ്റ്സ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വായിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാരസെറ്റമോൾ വായിൽ വെച്ച് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം അത് ഡയറക്റ്റ്ലി ശ്വാസകോശത്തിൽ കയറാനും ശ്വാസകോശത്തിനകത്തേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ കുട്ടിയെ ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തുക. ശ്വാസോച്ഛ്വാസം കിട്ടണം, അവരെ കവർ ചെയ്യരുത്. നനച്ച് തുറക്കുന്നതിനകത്ത് കുഴപ്പമില്ല. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാം. ചെയ്യേണ്ടതെന്ന് അറിയായിട്ട് വാങ്ങി ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാ ചെയ്യേണ്ടി വീട്ടോട്ട് പറഞ്ഞ വായിൽ ഊത് അങ്ങനെ അല്ല നമ്മൾ പെട്ടെന്ന് ശ്വാസം കിട്ടായിട്ടാണോ അറിയാത്തതുകൊണ്ട് എന്നാ പറ്റിയെന്ന് അറിയുന്നില്ല. കുട്ടി അനങ്ങാണ്ടിക്കൊല്ലേന്ന്. ഇത് ഫസ്റ്റത്തെ അനുഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കവി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഊതിക്കൊടുക്കുക ശ്വാസം കിട്ടായിട്ടാണ് എന്താ പറ്റിയാകത്തുണ്ട്. അതെല്ലാം തെറ്റേ. അപ്പോൾ നമ്മൾ ശരിക്ക് ചെരിച്ച് കിടത്താൽ കുട്ടീനെ ആ സമയത്ത് ചെരിച്ച് തന്നെ പൊസിഷൻ ചെയ്യാം. പിന്നെ ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുട്ടി നമ്മുടെ കൺട്രോളിലായിരിക്കില്ല, അയാളുടെ മസിൽസ് നമ്മൾ കൺട്രോളിലായിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ കിട്ടണം എന്ന് നിർബന്ധമില്ല എപ്പോഴും. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ കിടത്തിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എടുത്തിട്ട് പോകുന്നതിനേക്കാളും എപ്പോഴും നല്ലത്. ഡോക്ടർ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണുള്ളത് ഒരു അറിവൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നു. ಅಲ್ಲ ಫಿಟ್ಸ್ ಬಂದಾಗ ಹೆದರ್ಕೋಬೇಡಿ, ಎಲ್ಲ ಟೈಮು ಬರಬೇಕಂತಿಲ್ಲ. ಜ್ವರ ನಾನು ಹೇಳ್ದಲ್ಲ, ಈಗ ಫಸ್ಟ್ 2 days ಜ್ವರ ಜಾಸ್ತಿ ಆದಾಗ ಬರ್ಬೋದು. ಜ್ವರ ಬಂದಾಗ ನಿಮ್ಮ ಹತ್ರ ಯಾವಾಗಲೂ ಫೀವರ್ದು ಮದ್ದಿದೆಯಲ್ಲ, ಈಗ ಫೆಪಾನಿಲ್ ಮೆಫ್ಟಾರ್ ಇದೆರಡೂ ಇದೆ. ಫೆಪಾನಿಲ್ ಕೊಡಬೇಡಿ, ಅಂದರೆ ಪ್ಯಾರಾಸಿಟಮಾಲ್ ಕೊಡಬೇಕು. ಪ್ಯಾರಾಸಿಟಮಾಲ್ ಕೊಟ್ಬಿಟ್ಟು ಒಂದು ಇದೆ ಬಟ್ಟೆ ತಗೊಂಡು ನೆಂದು ನೀರು ಹಾಕಿ ಜ್ವರ ಕಮ್ಮಿ ಆಗೋಕ್ಕೆ ನೋಡಬೇಕು. ಈಗ ಜ್ವರ ಬಂದಾಗ ಅದು ಫಿಟ್ಸ್ ಬಂತು ಅಂದರೆ ಬೇಬಿನ ಲೆಫ್ಟ್ ಸೈಡ್ಗೆ ತಿರುಗಿಸಿ ಕಟ್ಸಿ. ಓಕೆ, ಆಮೇಲೆ ಜ್ವರ ಫಿಟ್ಸ್ ಬಂತು ಅಂದರೆ ನೀವೇನು ಮದ್ದು ಕೊಡೋಕ್ಕೆ ನಿಲ್ಲಬೇಡಿ. ಆಗ ಕೊಡಬಾರ್ದು, ಮದ್ದು ಕೊಡಬಾರ್ದು. ಒಂದು 2 ನಿಮಿಷಕ್ಕಿಂತ ಜಾಸ್ತಿ ಇದ್ದರೆ, ಫಿಟ್ಸ್ ಜಾಸ್ತಿ ಇದ್ದರೆ ಹಾಸ್ಪಿಟಲ್ ಕರ್ಕೊಂಡು ಹೋಗ್ಬೇಕು. ಓಕೆ, ಕನ್ನಡ ಮರ್ತಿಲ್ಲ ತಾನೇ? ನನ್ನ ಜೊತೆ ಕನ್ನಡ ಮಾತಾಡ್ಲಿಕ್ಕೆ ಯಾರು ಇಲ್ಲ. ಆ್ಯಕ್ಚುಲಿ ಕರ್ನಾಟಕ ಬಿಟ್ಟು 2005 ಬಿಟ್ಟಿದ್ದು. ಹೌದಲ್ಲ, ಕನ್ನಡ ಫಸ್ಟ್ ಲ್ಯಾಂಗ್ವೇಜ್. ಬಟ್ 2005 ಅಂದ್ರೆ ಈಗ ಎಷ್ಟು ವರ್ಷ ಆಯ್ತು? ಆದ್ರೂ ನಮ್ ಜೊತೆ ಯಾರಾದ್ರೆ ಕಮ್ಯುನಿಕೇಶನ್ ಇದ್ರೆ ನಾವು ಮಾತಾಡ್ತಿದ್ರೆ ಅದು ಮರ್ತೋಗಲ್ಲ. ಇದು ಯಾರು ಇಲ್ಲದಾಗ ಮಲಯಾಳ ಬರ್ತಿದೆ. ಈ ಕನ್ನಡ ನಾನ್ ಫಸ್ಟ್ ಬಂದಾಗ ಮಲಯಾಳ ಮಾತಾಡ್ಬೇಕಾದ್ರೆ ಕನ್ನಡ ಬರ್ತಾ ಇತ್ತು, ಇನ್ ಬಿಟ್ವೀನ್ ಕನ್ನಡ ಬರ್ತಾ ಇತ್ತು, ಪೇಷಂಟ್ಸ್ಗೆ ಅರ್ಥನೇ ಆಗ್ತಾ ಇರ್ಲಿಲ್ಲ. ಈಗ 20 years ಅಲ್ಲಿ ಮಲಯಾಳಂ ಸರಿ ಹೋಯ್ತು, ಕನ್ನಡ ಮಾತಾಡ್ಬೇಕಾದ್ರೆ ಈಗ ಮಲಯಾಳಂ ಮಿಕ್ಸ್ ಆಗೋದು. ഇനി വീട്ടിൽ പോയിട്ട് മലയാളം സംസാരിക്കാം. ನೀವು ಕಲ್ತ್ರಲ್ಲ ಈಗ ಸರಿಯಾಗಿ ಮಲಯಾಳಂ ಬರುತ್ತೆ. ನಾನ್ ಫಸ್ಟ್ ಮಾತಾಡ್ಬೇಕಾದ್ರೆ ಅದು ಮಲಯಾಳಂ ಮಾತಾಡ್ಬೇಕಾದ್ರೆ ಹಂಗ್ ಬರ್ತಾ ಇತ್ತು, ಈಗ ಪೇಷಂಟ್ಸ್ ಹತ್ರ ಮಾತಾಡ್ಬೇಕಾದ್ರೆ. ಈಗ ಪರವಾಗಿಲ್ಲ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് പോയത് വീണ ഡോക്ടറാണ്. ഗോകുൽദാസ് ഡോക്ടറും വീണ ഡോക്ടറും നല്ല ഡോക്ടർമാരാണ് കേട്ടോ. നല്ല പെരുമാറ്റമാണ് എല്ലാവരോടും. കുട്ടികളുടെ ഡോക്ടറാണ്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ മുമ്പ് നമ്മൾ കുട്ടീനെ കുളിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെച്ചാൽ നമ്മളെ വീണ ഡോക്ടർ കർണാടകയാണ്, അതുകൊണ്ട് നമുക്ക് കന്നഡ സംസാരിക്കാൻ പറ്റി കുറച്ച് ഡോക്ടറോട്. ആരും കന്നഡ സംസാരിക്കാനല്ല. അതെ, എനിക്കും ഇല്ല. അതുകൊണ്ട് കർണാടകത്തിൽ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും തിരിയല്ലോ ഇങ്ങനത്തെ കാര്യം. അതുകൊണ്ട് രണ്ടും എൻ്റെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മള്. അപ്പോൾ നമ്മള് ഗോകുൽദാസ് ഡോക്ടറാണ് കാണിക്കല്. അപ്പൊ ഇവിടെ ICU വന്നേരം വീണ ഡോക്ടർ. അതെ, വീണ ഡോക്ടർ അന്ന് ഉണ്ടായിന്. അപ്പോൾ എല്ലാ കാര്യം നല്ല ഇതാട്ടോ, രണ്ടാളും നല്ല ഡോക്ടർമാർ, അടിപൊളിയാണ്. മിംസിലാണ്, കണ്ണൂർ രാഷ്ട്ര മിംസില്. നല്ലൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആയി കേട്ടോ. ഡോക്ടർമാരെല്ലാം വന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ എന്നാലും കുറച്ച് സമയം ആവും തോന്നുന്നു. അതെ അതെ, അവരെ എന്തെല്ലാം എല്ലാം ആക്കി എടുക്കുമ്പോൾ എന്തായാലും സമയം എടുക്കും. ചായ കൊണ്ടുവരുന്നു കേട്ടോ. ദോശയും മുട്ടക്കറിയും റിജു ചൂലേട്ടല്ലേ? ക്ലിയർ. നമ്മളെ അവനെ കാണാൻ വേണ്ടി വന്നേട്ടാ. സ്ഥിരമായിട്ട് വീടാണെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിയെ കാണലുണ്ടല്ലേ? നമ്മൾ പോകാൻ വേണ്ടി കീഴാണ്. അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കിട്ടി. 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡിസ്ചാർജ് ആയി. വീട്ടിലേക്ക് പോക്കാണ്. വീട്ടിൽ പോകേണ്ട സന്തോഷത്തിലാണ്. എല്ലാം എടുത്ത് റെഡിയാക്കിക്കാം. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ ഇതെല്ലാം ഇതിനകത്തെല്ലാം എടുത്ത്. പിന്നെ മരുന്നും കാര്യങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തുറക്കുമ്പോൾ വീട്ടിലെത്തണമേ. ഒച്ചപ്പാടെല്ലാം കിട്ടും. എണീച്ചേട്ടാ. എന്നാ
ഒച്ച കേൾക്കുന്നത്. ഏട്ടനുള്ളതുകൊണ്ട് വലിയ ആശ്വാസാട്ടാ. അതെ, ജനുവിന് ലീവും ആയി, അപ്പം തന്നെ കണക്കായിട്ട് കണക്കായിട്ട് ലീവായി, അവനെ കളിക്കാൻ ഒരാളുമായി. ശ്രീമായ വന്നിന് ഇന്നലെ, അന്നേരം നല്ല ഇതായി. അല്ല, അപ്പൊ ഇന്ന് ശ്രീമായ കൂടി ഉണ്ട് കളിക്കാനാവില്ല. ശ്രീമായ ഇന്ന് സ്കൂളിൽ ലീവാണ്. അതെ, എന്റെ ദേവനെ, എന്റെ പൊണ്ണ് വന്നപ്പ എന്ന് വെച്ച് കുച്ചിട്ടെല്ലാം തയ്യാറെടുത്ത് നിക്കലായി എടുക്കാൻ വേണ്ടിട്ട്. അമ്പാച്ചിമാർ എന്റെ പൊണ്ണുവിനെ രക്ഷിച്ച് കൊണ്ടിട്ടപ്പോ അച്ഛമ്മ എത്ര ദിവസമായി ഉറക്കൊഴിഞ്ഞിട്ട് ഇവിടെ നോക്കി നിക്കുന്നേ. നമ്മളെ വേണ്ടായിട്ടോ മോളെ, നമ്മള് ഇവളെ മക്കളടി ഉണ്ട്. ഞാൻ ഇടുന്ന് ഭക്ഷണം ഒന്നും ആക്കില്ലല്ലോ മോനെ, താഴെ പോയിട്ടല്ലേ കുടിക്കുന്നത്. അപ്പോൾ ഈന് അങ്ങ് അമ്മച്ചി വരും, മക്കളെ കൂട്ടില്ലല്ലോ. ഇടുന്ന് ഇത് മൂല മുറിയെ പായുന്നുണ്ടാവും. ഞാൻ പിന്നെ വരുമ്പം മറന്നും പോവും. പിന്നെ മീനിന്റെ പരിപാടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അതിന് നന്ന ക്ഷീണം പിടിച്ചു പോയി. അങ്ങെല്ലാം പായുന്ന കാണാം, സയനേന്റെ അടുത്തല്ലോ പായുന്ന കാണാം. മീൻ കൊണ്ടുത്തരാം, മീൻ കൊണ്ടുത്തരാട്ടാ. ക്ഷീണം പിടിക്കലും ജാതിയല്ല, കുട്ടികളെ കാലാടിപ്പോയി കഞ്ഞി കുടിക്കാൻ മാറ്റുന്ന. അങ്ങനെ വീട്ടിലെത്തി. ഇനി ചോറെല്ലാം ഉണ്ടിട്ട് പരിപാടി കഞ്ഞിയും വെള്ളമെല്ലാം കുട്ടിക്കും വെള്ളവും കഞ്ഞിയെല്ലാം കുറച്ച് കൊടുത്ത് നിങ്ങളും കുടിക്കും മക്കളെ. നമുക്കിനിയിപ്പോ വോട്ട് ചെയ്യാൻ വേണ്ടി പോണോ? അതെ അതെ, ഏകദേശം സമയം 3 മണി ആയല്ലേ. മക്കളെയും കാത്തിടലാന്ന് വരുന്നു പറഞ്ഞോണ്ട് പോയില്ല. അന്ന് പോയത് ഓർമ്മയുണ്ടാ? വീട് മാറിപ്പോയിനപ്പാ, എന്റെ പോന്നെ വീട് മാറിപ്പോയാ തീരുന്നില്ലേ. ഒരാഴ്ചയില്ലേ അവന് പറയാനുണ്ടാ. അവന്റെ കളിസാനിലൂടെ ഇല്ലേ, കളിസാനല്ലോ ഇല്ലേ. പോയി ഇപ്പൊ അവിയേട്ടൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു മണിക്കൂട്ടന, ഒരു പശു മണിക്കൂട്ടന അപ്പുറം ഉണ്ട് കൊണ്ടുവച്ചിട്ട്. എടുത്തു കൊണ്ടുത്തരാം അവനാടെ. തുടക്കണം മോനെ, അത് അച്ഛമ്മ തുടച്ചു തരാം. ആടാ ഓലൻ എന്താ ഓൻ എത്ര ദിവസമായി ഓലം കൂട്ടാതെ? ഇടയ്ക്ക് ഞാൻ ഒരു സമയം വന്നിട്ട് പച്ചടി കൂട്ടി. മീൻകറി ഉണ്ട്, മീൻകറി, കഞ്ഞിനുള്ള. 4-5 ദിവസമായിട്ട് ഒന്നും കാണായിട്ട് എന്തോ പുതിയതായിട്ട് വീട്ടിലേക്ക് വന്ന പോലെയുള്ളു ഇപ്പൊ എല്ലാം. കവി ശരിക്കും പറഞ്ഞാല് ആടെ പോയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെയല്ലേ. നമ്മള് പിന്നെ ഞാൻ പുറത്ത് എല്ലാവരും മരുന്ന് പണിക്കാനും ഇവിടെ വീട്ടിലേക്ക് വരണ്ടോട്ടം വന്ന് മോളെ പുറത്ത് പോയിട്ട് ആസ്പത്രിയിലെല്ലാം പോയി നിന്നിട്ട് വന്നാല് വീട്ടിൽ വന്നാൽ ഒരു 6 മാസമായി നമ്മൾ പോയിട്ട് നമ്മളെ വീടേ മാറിപ്പോയ പോലെ തോന്നും. കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് വേഗം ബോട്ട് ചെയ്യാൻ വേണ്ടി പോരാ. ഇനിയിപ്പോ അങ്ങോട്ടൊരു യാത്രയുണ്ട്, അതാണ്. അനുച്ചി എന്നാണ് എത്ര ദിവസമായി വാങ്ങാൻ കണ്ടെത്തി ഈ അങ്ങനെ നിന്ന്? അന്നത്തെ ഒരു അവസ്ഥ ഇങ്ങനെ അമർത്തിട്ട് ഊറാൻ പറ്റുന്നേ ഉള്ളൂ ഇത്. പക്ഷെ അന്നേരത്തെ ആ വെപ്രാളത്തിന് എന്നാ ചെയ്യേണ്ടത് തിരിയായിട്ട് വിജുവാട്ട് പിടിച്ച് ഓടിച്ച്. ഇത് ഇങ്ങനെ കുട്ടീനെ ഇങ്ങോട്ട് പുറത്ത് വരാനൊക്കെ വേണ്ടി നമ്മൾ ആക്കിയ സാധനമാണ്. പിന്നെ മേലെ ഇവള് നിന്നിട്ടുള്ളത് ഇത് അടക്കും ചെയ്തു. രാത്രി കിടന്നല്ല, ഇത് അടച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിങ്ങനെ അടക്കും. നമ്മൾ ലോക്ക് ചെയ്യുക ഇങ്ങനെ എണീച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കാൻ നോക്കും. പിന്നെ ഇത് എനിക്ക് ഇത് ഇങ്ങനെ ഇത്ര ഏക്കാനോ ഇത് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ താഴോട്ട് വരും. പക്ഷെ എനക്ക് അതൊന്നും ഓർമ്മയില്ല. ഞാൻ പിടിച്ച് പേടിച്ച് ഒരു കയറുണ്ടായിരുന്നു, അത് പിടിച്ച് പൊട്ടിച്ചു വിട്ടു. ഞാനിത് ഒടിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഇത് ശരിയാക്കി ഒന്നും തിരിഞ്ഞിട്ടാ അടുത്ത് ഓടുക ഇതേ. അപ്പൊ നമ്മള് ചോറെല്ലാം ഉണ്ട്. തൃശ്ശൂട്ടനെ അനൂറ്റിന്റെ അടുത്ത് ആക്കിയിട്ട് പോവുകയാണ്. വേഗം പോയിട്ട് നമുക്ക് വോട്ട് ഇട്ടിട്ട് കാർഡെല്ലാം എന്നാ പിന്നെ പോയിട്ട് അമ്മ ഇപ്പൊ വോട്ട് ചെയ്തിട്ട് വരാം. ഇടക്ക് പറയും ചേട്ടൻ്റെ ഒരു മുടി കാണിക്കട്ടെ. അതല്ല പിന്നെ മുടി കൊറേ ആയിട്ട് കൊറേ ആൾക്കാർ എന്തിലോ പറഞ്ഞു ഷോക്ക് അടിച്ച പോലെ പിന്നെ എന്തോ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിനിമേൻ്റെ ഇതിന് വേണ്ടി വെച്ചേനും ഹോസ്പിറ്റലിൽ പോകുന്നതിന് 2 ദിവസം കഴിഞ്ഞിട്ട് മുറിക്കേനും. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി മുറിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ രാത്രി മുടി മുറിച്ചിട്ട് വന്ന് അപ്പോൾ എന്തല്ലോ നല്ല രസമുണ്ട്. ഇവള് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി ആട്ടാ. നല്ല രസമുണ്ട് ചേട്ടാ. ആ ബേക്ക് തിരിയാറാ. മറ്റേ ഇതില്ലേ മറ്റേ ഇപ്പൊ ഒരു സിനിമ കണ്ടില്ലേ രജനീന്റെ ഏതാത്? ഞാൻ അവനോട് പറഞ്ഞേ എന്നാ ഏടി അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വാ. നല്ല രസമുണ്ട് കാണാൻ.
ഓ ഇന്നും ഉറങ്ങൂല ചേട്ടാ. എങ്ങനെയായി നിനക്ക് അറിയില്ല, നിങ്ങൾ പറയുന്നില്ല അറിയോ. ഇത് ഇനിയിപ്പോ കണ്ണടിന് മുന്നിൽ തെറ്റൂലെന്ന് തോന്നല. വോട്ട് ചെയ്തു. നമ്മള് വോട്ട് ചെയ്തിട്ടെത്തി. ഞാനും വീട്ടിട്ട് വന്നു. എന്താ രാത്രി സന്ധ്യയായി. നമ്മൾ ചോറും കറി വെക്കലാണ്. പച്ചരി ചോറും പച്ചമീൻ ചാറ് അല്ല, പച്ചരി ചോറും പരിപ്പ് ചാറും. ഒന്നുമില്ല, സിമ്പിൾ കറിയാണ്. പരിപ്പ് കറിയും പച്ചരി ചോറുമാണ്. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, നമ്മൾ ഇനി എന്ത് കോയരിച്ച് വെച്ചാലും കിട്ടൂല. കിട്ടൂല. അത്